നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലൂടെയിലേക്ക് സ്വാഗതം. റഷ്യ ഉക്രൈൻ യുദ്ധം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. പ്രത്യാക്രമണങ്ങളിലൂടെ യുദ്ധം മൂർധന്യാവസ്ഥയിലേക്ക് എത്തുകയാണ്. എന്താണ് യുദ്ധം വീണ്ടും കടുക്കുവാനുള്ള കാര്യം? റഷ്യയിലേക്ക് യുക്രൈന്റെ പുതിയ മൂവ് എന്താണ് പുടിനെ വീണ്ടും പ്രകോപിതനാക്കുന്നത്? നമുക്ക് പരിശോധിക്കാം വിശദമായി തന്നെ. റഷ്യയിലെ ബ്രയാൻസ്ക് മേഖലയിലേക്ക് ഉക്രൈൻ ഒന്നും രണ്ടുമല്ല 6 അമേരിക്കൻ ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം മിസൈലുകൾ വിക്ഷേപിച്ചതായി റിപ്പോർട്ടുണ്ട്. ഇത് നിലവിലുള്ള സംഘർഷത്തിൽ ഗണ്യമായ വർധന അടയാളപ്പെടുത്തി. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ച ഈ ആക്രമണം ശ്രദ്ധേയമാണ്. കാരണം ഇത് റഷ്യൻ പ്രദേശത്തിനെതിരായ ദീർഘദൂര മിസൈലുകളുടെ ശക്തമായ ഉപയോഗത്തെ പ്രതിനിധീകരിക്കുന്നു. റഷ്യൻ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ 5 മിസൈലുകളെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞു. ഭാഗ്യവശാൽ ആളപായമോ കാര്യമായ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതും വസ്തുതയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റഷ്യയ്ക്കുള്ളിലെ ലക്ഷ്യങ്ങൾക്കെതിരെ ATACMS മിസൈലുകൾ ഉപയോഗിക്കാൻ ഉക്രൈനെ അനുവദിക്കുന്ന US നയത്തിലെ സമീപകാല മാറ്റത്തെ തുടർന്നാണ് ഈ നീക്കം എന്നതാണ്. ഉക്രൈൻ്റെ ഈ നീക്കം കാര്യങ്ങളെ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. റഷ്യ ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഉക്രൈൻ്റെ ഈ നീക്കം കാര്യങ്ങളെ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. റഷ്യ ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഉക്രൈനെതിരെ നീക്കം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പിരിമുറുക്കം വർദ്ധിപ്പിക്കുമെന്നും ചില ഉദ്യോഗസ്ഥർ ഇത് ആണവ സാധ്യതകൾ ഉൾപ്പെടുന്ന വിശാലമായ സംഘടനത്തിലേക്ക് നയിക്കാമെന്നും അഭിപ്രായപ്പെടുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈന് നൽകുന്ന പിന്തുണ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകി. ആണവ ആക്രമണത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ആശങ്കകൾ അതിശക്തമാണ്. റഷ്യയുടെ ഗുരുതരമായ വ്യോമാക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതിനാൽ കീവിലെ US എംബസി താൽക്കാലികമായി അടച്ചുപൂട്ടി. സംഘർഷം രൂക്ഷമാകുകയും ആണവ ഭീഷണികൾ വലുതാവുകയും ചെയ്യുമ്പോൾ ആഗോള നേതാക്കൾ യുദ്ധം കൂടുതൽ മാരകമായ ഘട്ടത്തിലെത്തുന്നതിൽ നിന്ന് എങ്ങനെ തടയാമെന്നതിനെക്കുറിച്ച് ശക്തമായ ആലോചനയിലാണുള്ളത്. നിരുത്തരവാദപരമായ പെരുമാറ്റം അവസാനിപ്പിക്കാൻ തങ്ങൾ റഷ്യയോട് അഭ്യർത്ഥിക്കുന്നു എന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞത്. റഷ്യയുടെ ഹൈബ്രിഡ് യുദ്ധത്തെക്കുറിച്ച് വാഷിംഗ്ടൺ അവിശ്വസനീയമാം വിധം ആശങ്കാകുലരാണെന്നും യൂറോപ്യൻ സഖ്യകക്ഷികളുമായി അടുത്ത ബന്ധം പുലർത്തുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ സംഘർഷം ലഘൂകരിക്കുന്നതിൽ പങ്കുവഹിക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ചൈനയോട് ആവശ്യപ്പെട്ടു. G20 ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയ മാക്രോൺ സംയമനം പാലിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും പുടിനെ സമ്മർദ്ദത്തിലാക്കണമെന്ന് ബീജിങ്ങിനോട് ആവശ്യപ്പെട്ടു. ഈ സംഘർഷം കൂടുതൽ വ്യാപിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിൽ ചൈനയ്ക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കാനുണ്ട് എന്നതാണ് മാക്രോൺ പറഞ്ഞത്. ഉക്രൈനിലേക്ക് സൈന്യത്തെ അയക്കാനുള്ള ഉത്തര കൊറിയയുടെ തീരുമാനത്തെയും അദ്ദേഹം അപലപിച്ചു. എന്തായാലും യുദ്ധം കൂടുതൽ കടുക്കുമെന്ന അനുമാനത്തിൽ തന്നെയാണ് ലോകം. യുദ്ധം ഈ ലോകത്തിന് നഷ്ടങ്ങളല്ലാതെ മറ്റൊന്നും സമ്മാനിക്കുന്നില്ല എന്നിരിക്കെ ആണവയുദ്ധ മുന്നറിയിപ്പ് ലോക ജനതയ്ക്കൊന്നാകെ അനിർവചനീയമായ വീർപ്പുമുട്ടലായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഒട്ടേറെ ജീവനുകൾ പൊലിഞ്ഞ ഈ ഒരു സംഭവം ലോകത്തിൽ വലിയ ഒരു കരിനിഴലായി തന്നെ അവശേഷിക്കുമെന്നതിൽ സംശയമില്ല. എന്തായാലും ഈ ഒരു വിഷയത്തിന്മേൽ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ.